കേരളത്തെ വിറപ്പിച്ച കുറുപ്പ് എവിടെ? 42 വർഷങ്ങൾക്ക് ശേഷം സുകുമാരക്കുറുപ്പ് കേസ് ഫയലുകൾ വീണ്ടും പൊടി തട്ടിയെടുത്ത ക്രൈംബ്രാഞ്ച്. വിജയിച്ചാൽ മറ നീങ്ങുക 4 പതിറ്റാണ്ടിന്റെ തിരച്ചിലും ദുരൂഹതകളും. ആധുനിക സാങ്കേതിക വിദ്യ തുണയ്ക്കുമോ എന്നും പ്രതീക്ഷ. കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമസ്യയും നാളിതുവരെ പോലീസിന് പിടികൊടുക്കാത്ത പ്രഹേളികയുമാണ് സുകുമാരക്കുറുപ്പ് എന്ന പേര്. വർഷങ്ങൾ 42 കഴിഞ്ഞിട്ടും മലയാളിക്ക് ഇന്നും അതൊരു കൗതുകവും ഒപ്പം വലിയൊരു ചോദ്യചിഹ്നവുമാണ്. ഇപ്പോഴിതാ ആ ദുരൂഹതകളുടെ ചുരുളഴിക്കാൻ ലക്ഷ്യമിട്ട് സുകുമാരക്കുറുപ്പിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് ഫയലുകൾ ക്രൈംബ്രാഞ്ച് വീണ്ടും പൊടി തട്ടിയെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ക്രൈംബ്രാഞ്ചിലെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഫയലുകൾ വിശദമായി പരിശോധിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തതായാണ് സൂചനകൾ. ഔദ്യോഗികമായി ഇതൊരു പുനരന്വേഷണമല്ലെന്നും സാധാരണ നടപടിക്രമം മാത്രമാണെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും കുറിപ്പിനായുള്ള വല വീണ്ടും മുറുകുന്നുവോ എന്ന ചർച്ചകൾക്ക് ഇത് വഴിമരുന്നിട്ടിരിക്കുകയാണ്. 1984 ജനുവരി 21 കേരളത്തെ നടുക്കിയ ചാക്കോ വധക്കേസ് അരങ്ങേറുന്നത്. അബുദാബിയിൽ ഒരു കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സുകുമാരക്കുറുപ്പ് തന്റെ പേരിലെടുത്ത ഏകദേശം 30 ലക്ഷത്തോളം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി ആവിഷ്കരിച്ച ക്രൂരമായ പദ്ധതിയായിരുന്നു അത്. താൻ കാറപകടത്തിൽ മരിച്ചുവെന്ന് ഇൻഷുറൻസ് കമ്പനിയെയും ലോകത്തെയും വിശ്വസിപ്പിക്കാൻ തന്റെ ശരീരപ്രകൃതിയോട് സാമ്യമുള്ള ഒരു മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം. ഇതിനായി കരുവാറ്റയിൽ വെച്ച് ലിഫ്റ്റ് ചോദിച്ച ഫിലിം റെപ്രസെന്റേറ്റീവായ ചാക്കോ എന്ന നിരപരാധിയെ കുറുപ്പും സംഘവും കാറിൽ കയറ്റി. തുടർന്ന് ഈതർ കലർത്തിയ മദ്യം നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിനു ശേഷം ചാക്കോയുടെ മൃതദേഹത്തിൽ കുറുപ്പിന്റെ വസ്ത്രങ്ങളും മോതിരവും ധരിപ്പിച്ചു. തുടർന്ന് മാവേലിക്കരയ്ക്കടുത്തുള്ള ചെറിയനാട് എന്ന സ്ഥലത്തെ നെൽപ്പാടത്തിന് സമീപം വെച്ച് കാറിനുള്ളിലിട്ട് മൃതദേഹം പൂർണ്ണമായി കത്തിക്കുകയായിരുന്നു. തുടക്കത്തിൽ ഇതൊരു സാധാരണ അപകട മരണമാണെന്ന് കരുതിയെങ്കിലും സംഭവ സ്ഥലത്ത് നിന്നും പോലീസിന് ലഭിച്ച ഒരു മെഡിക്കൽ ഗ്ലൗസ് ആണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. കരിഞ്ഞ കാറിനുള്ളിൽ കിടന്നത് സുകുമാരക്കുറുപ്പല്ല എന്ന സംശയം ബലപ്പെട്ടതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ദിവസങ്ങൾക്കകം തന്നെ കുറുപ്പിന്റെ സഹായികളായ അളിയൻ ഭാസ്കരപിള്ള, ഡ്രൈവർ പൊന്നപ്പൻ, സുഹൃത്ത് ഷാഹു എന്നിവരെ പോലീസ് പിടികൂടി. ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് ഇൻഷുറൻസ് തട്ടിപ്പിനായി നടത്തിയ ആസൂത്രിത കൊലപാതകത്തിന്റെ ഭീകരത പുറം ലോകം അറിഞ്ഞത്. സഹായികൾ പിടിയിലായെങ്കിലും പ്രധാന പ്രതിയായ സുകുമാരക്കുറുപ്പ് അപ്പോഴേക്കും പോലീസിന്റെ കണ്ണു വെട്ടിച്ച് അപ്രത്യക്ഷനായിരുന്നു. പണ്ട് വ്യോമസേനയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് താൻ മരിച്ചുവെന്ന് വ്യാജരേഖയുണ്ടാക്കി നാട്ടിലേക്ക് കടന്ന ചരിത്രമുള്ളയാളായിരുന്നു കുറുപ്പ്. അന്ന് ഗോപാലകൃഷ്ണക്കുറുപ്പായിരുന്ന ഇയാൾ പിന്നീട് വ്യാജ പാസ്പോർട്ട് വഴിയാണ് സുകുമാരക്കുറുപ്പായി ഗൾഫിലേക്ക് പോയത്. തുടർന്ന് കഴിഞ്ഞ 42 വർഷമായി ഇന്ത്യക്കകത്തും പുറത്തുമായി പോലീസ് ഇയാൾക്കായി വല വീശിയെങ്കിലും കണ്ടെത്താനായില്ല. കുറുപ്പ് രൂപമാറ്റം വരുത്തി ഉത്തരേന്ത്യൻ ആശ്രമങ്ങളിൽ കഴിയുന്നുണ്ടെന്നും വിദേശത്തേക്ക് കടന്നെന്നും അതല്ല അയാൾ പണ്ടേ മരണപ്പെട്ടുവെന്നും ഉള്ള ഒട്ടനവധി കഥകൾ പ്രചരിക്കുന്നുണ്ട്. പലപ്പോഴും സുകുമാരക്കുറുപ്പിനോട് സാമ്യമുള്ളവരെ കണ്ട ആളുകൾ പോലീസിൽ വിവരമറിയിക്കുകയും അന്വേഷണ സംഘം അവിടങ്ങളിലേക്ക് പാടുപെട്ടെത്തുകയും ചെയ്തുവെങ്കിലും നിരാശയായിരുന്നു ഫലം. സുകുമാരക്കുറുപ്പ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 80 വയസ്സിലധികം പ്രായമുണ്ടാകും. ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഫയലുകൾ വീണ്ടും പരിശോധിക്കാൻ തുടങ്ങിയതോടെ സാങ്കേതിക വിദ്യ മാറിയ ഈ ആധുനിക കാലത്ത് കുറുപ്പിനെ കുറിച്ചുള്ള എന്തെങ്കിലും പുതിയ സൂചനകൾ പോലീസിന് ലഭിക്കുമോ എന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഈ അപൂർണമായ അധ്യായം എന്നെങ്കിലും പൂർത്തിയാകുമോ, അതോ സുകുമാരക്കുറുപ്പ് എന്ന രഹസ്യം കാലത്തിന്റെ യവനികയ്ക്കുള്ളിൽ എന്നും മറഞ്ഞിരിക്കുമോ എന്നത് കണ്ടു തന്നെ അറിയണം.